ശിഷ്യൻ ചാരിയ തിരുമാറിൽ പാണിയിൽ കിനിയുമാ തിരുനിണത്തിൽ പ്രിയ ശിഷ്യൻ ചാരിയ തിരുമാറിൽ പാണിയിൽ കിനിയുമാ തിരുനിണത്തിൽ ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായിക്കാം. 23-ാം സങ്കീർത്തനത്തിൽ കൂരിരുൾ തഴുവിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് ഇരിക്കുന്നുവല്ലോ. കൂരിരുളിൻ്റെ താഴ്വര. നാം താഴ്വരയെക്കുറിച്ച് ചിന്തിച്ച് വരികയാണ്. കൂരിരുളിൻ്റെ താഴ്വര, കൂരിരുട്ട്, ആകുവാനും ഇരുട്ടിലായതുപോലെ തപ്പിത്തടയുന്നൊരനുഭവം. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എങ്ങോട്ട് പോകുന്നു, എങ്ങനെ പോകുന്നു അറിയാൻ വയ്യ. എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം അറിയാൻ പാടില്ല. എൻ്റെ യാത്രയുടെ ലക്ഷ്യം എന്താണ് അറിയാൻ പാടില്ല. കൂരിരുളിൻ്റെ താഴ്വര. ഈ ഇരുട്ടിൽ കൂടി നാം തപ്പിത്തടഞ്ഞ് നടക്കുകയാണ്. ലോകം മുഴുവൻ വാസ്തവത്തിൽ ഇരുട്ടാണ്. ഓരോ കാലഘട്ടത്തിൽ അവിടെ ചെറിയ ചെറിയ പ്രകാശം ഉണ്ടായിട്ടുണ്ട്, ദൈവിക പ്രകാശം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ലോകത്തിലെമ്പാടും വാസ്തവത്തിൽ കൂരിരുളാണ്. ഭവനങ്ങളും കൂരിരുളിലാണ്, വീടുകളും കൂരിരുളാണ്. അത് നാം മനസ്സിലാക്കണമെങ്കിൽ ആ വീട്ടിലുള്ളവരുടെ സ്വഭാവം നോക്കിയാൽ മതി. എന്നും വഴക്കും പിണക്കവും ഇഷ്ടക്കുറവും മുഷിച്ചിലും പരസ്പരം നീരസവും കയ്പും വിദ്വേഷവും എല്ലാമായിട്ട് അനേകം കുടുംബങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹമില്ല, കുടുംബങ്ങളിൽ ഐക്യമില്ല. ഈ ഐക്യവും സ്നേഹവും ഇല്ലാത്തത് കൊണ്ട് അവിടെ കൂരിയിട്ടാണ്. സ്നേഹമുണ്ടെങ്കിൽ അവിടെ വെളിച്ചമുണ്ട്. നമ്മുടെ അനേകം ഭവനങ്ങൾ കൂരിയിട്ടിലാണ്, അനേകം ഭവനങ്ങൾ. പക്ഷേ നിങ്ങൾ ഇതെല്ലാം കേട്ടുപോകുന്നെങ്കിൽ ഇത് വാസ്തവത്തിൽ ഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. കൂരിട്ടിലാണ്, ഇരുട്ടിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പരാതികളും പരിഭവങ്ങളും ഇഷ്ടക്കേടുകളും എല്ലാം ആ വീട്ടിൻ്റെ അന്തരീക്ഷത്തെ ഇരുളിൽ മുങ്ങിപ്പോകത്തക്ക ആക്കിയിരിക്കുകയാണ്. കൂരിരുൾ. ദൈവത്തിന് സ്തോത്രം. ചില കാര്യങ്ങളിലുള്ള നിർബന്ധ ബുദ്ധികൾ, ദുശ്ശാഠ്യങ്ങൾ, കോപാവേശങ്ങൾ, മത്സരങ്ങൾ, അട്ടഹാസങ്ങൾ, ചിലപ്പോൾ ഗർജനങ്ങൾ, ചിലപ്പോൾ വഴക്കടിച്ച് അടിയും ബഹളവുമായി വലയുന്ന കുടുംബങ്ങൾ. അവിടെയെല്ലാം ഇരുട്ടാണ്. ആ ഇരുട്ടിൽ ഒരു രജത താരമായി, വെള്ളി നക്ഷത്രമായി നാം നിൽക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. രജത താരം, വെള്ളി നക്ഷത്രം നാം ഓരോരുത്തരും. കൂരിരുട്ടിൻ്റെ മധ്യത്തിൽ ഒരു വെളിച്ചമായി നാം ഒരാൾ നിൽക്കണം. ഒരു പൊട്ട് വെളിച്ചമായി നിൽക്കണം, ചെറിയൊരു വെളിച്ചമായി നാം നിൽക്കണം. വീട്ടിലുള്ള എല്ലാവരും ഈ വെളിച്ചമുള്ളവരായി തീരുമ്പോൾ വീട് നല്ല പ്രകാശവാനായി തീരും. നമ്മുടെ കൊച്ചു കൊച്ചു കുടുംബങ്ങൾ വാസ്തവത്തിൽ പ്രകാശമുള്ള കുടുംബങ്ങളായി തീരണം. നിങ്ങൾ ചിന്തിക്കൂ, നിരാശയുടെ ഈ കൂരിട്ടുള്ള കുടുംബങ്ങളുണ്ട്. നിരാശയിൽ ആണ്ടുപോയ ജീവിതങ്ങൾ.
ഭാവിയെക്കുറിച്ചുള്ളതായ മോഹന സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞുണങ്ങിയ ചിന്താഗതികൾ എല്ലാം തീർന്നു. പ്രതീക്ഷകൾ നശിച്ചു, അസ്തമിച്ചു പോയി, പ്രതീക്ഷകൾ അസ്തമിച്ചു പോയി. ഏറ്റവും പ്രിയപ്പെട്ടവർ കടന്നുപോയി. അതിൻ്റെ അഗാധമായി ദുഃഖം കൊണ്ട് കൂരിട്ടിലായിരിക്കുന്ന ഹൃദയങ്ങളുണ്ട്. പ്രിയപ്പെട്ട ഭാര്യ കടന്നുപോയി, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നുപോയി, അല്ലെങ്കിൽ പ്രിയപ്പെട്ട മോൻ കടന്നുപോയി, എല്ലാ അപ്പനോ അമ്മയോ കടന്നുപോയി, എല്ലാ വിധത്തിലും കുടുംബത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നവർ കടന്നുപോയി. അപ്പോൾ തീർച്ചയായിട്ടും ആകുവാനൊരു കൂരിട്ട് അവിടെ വരുന്നത് പോലെ തോന്നും. ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തീർച്ചയായിട്ടും നമുക്ക് ദുഃഖമുണ്ട്, സംശയമില്ല. പക്ഷേ അങ്ങനെ ദുഃഖത്തിൻ്റെയും നിരാശയുടെയും നെടുവീർപ്പിൻ്റെയും കൂരിട്ടുകൊണ്ട് നിറഞ്ഞ വീടുകളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അഭൗമ പ്രകാശം ഉദിക്കണം. കൂരിരുൾ താഴ്വരയാണ് പല വീടുകളും, കൂരിരുളിൻ്റെ താഴ്വര. ശാന്തിയില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല, വിശ്രമമില്ല. രാപകൽ അധ്വാനിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. രാവും പകൽ അധ്വാനിക്കുന്നുണ്ട്, ജോലി ചെയ്യാത്തതുകൊണ്ടല്ല, കഷ്ടപ്പെടുന്നുണ്ട്, ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് വരവും ചെലവും കൂടി നോപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. രണ്ടറ്റും കൂട്ടിമുട്ടിക്കാൻ എന്നാണ് ഞാൻ പറയാൻ വന്നത്. രണ്ടറ്റും കൂട്ടിമുട്ടിക്കുക വെച്ചാൽ ടു മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ്, രണ്ടറ്റും വരവും ചെലവും ഒരുമിച്ച് കൊണ്ടുപോകാൻ. ഏതാണ്ട് ഒരു വരവിനൊത്തപോലെ ചെലവ് ചെയ്യുക, അങ്ങനെ കഷ്ടിച്ച് കടന്നു പോകുക. ഈ വരവും ചെലവിനും ഒരുമിച്ച് നോക്കുമ്പോൾ പലപ്പോഴും ചെലവ് കൂടുതലാണ്. എന്തു ചെയ്യും? കടം കൂടി വരുന്നു. ഇതിൻ്റെ പരിഹാരം എന്താ വേണ്ടത്? ആരോടെങ്കിലും കടം മേടിക്കും. കടം മേടിക്കുമ്പോൾ പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളായി. കൂരിട്ടാണ്, ഇതെല്ലാം കൂരിട്ട് കൊണ്ടുവരികയാണ്. കുടുംബങ്ങളിൽ കൂരിട്ട്, പരസ്പരമുള്ളതായ സ്പർദ്ധ, പരസ്പരമുള്ളതായ പോര്, സഹോദരന്മാർ തമ്മിൽ അനേകം കുടുംബങ്ങളിലും ഐക്യമില്ല. സഹോദരന്മാർ തമ്മിൽ ഒരുപക്ഷേ സഹോദരന്മാർ ചിലർ വേറെ വീട് വെച്ച് പോയി, പക്ഷേ അത് കഴിഞ്ഞാലും ഉള്ളിൽ ഐക്യമില്ല. അപ്പൻ തന്നത് പോരാ എന്നുള്ള ചിന്താഗതി ചിലർക്ക്. അപ്പം എന്നോടുള്ള സ്നേഹം എൻ്റെ ചേട്ടനോടാണ് സ്നേഹമെന്ന് ചിലർക്ക്. ചേട്ടൻ കൊണ്ടുവന്ന സ്ത്രീധനം അത് എല്ലാം അപ്പൻ എടുത്തു, പക്ഷേ അനിയൻ കൊണ്ടുവന്ന സ്ത്രീധനത്തിന് അപ്പനൊന്നും എടുത്തില്ല. ആ സ്ത്രീധനം കൊണ്ട് എല്ലാം സ്വത്തുണ്ടാക്കിയത് ഇപ്പോൾ എനിക്ക് എൻ്റെ സ്ത്രീധനവും പോയി, എൻ്റെ സമ്പത്തും പോയി എന്ന് വിചാരിച്ച് കഴിയുന്ന ചേട്ടന്മാർ ഇതൊക്കെയുണ്ട്, പല വീടുകളുണ്ട്. ഇതെല്ലാം കൂരിരുട്ടാണ്. കൂരിരുട്ടിൻ്റെ ഇരുള് തിങ്ങിയ ഒരു അന്തരീക്ഷം, ആ സകലം വൈരുദ്ധ്യങ്ങൾ തിങ്ങിയ ഒരു അന്തരീക്ഷം, പ്രയാസപൂർണമായ ഒരു അന്തരീക്ഷം, നിരാശ പറ്റിയ അന്തരീക്ഷം. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് ചിന്തിച്ച് നോക്കൂ. ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ട്, കൂരിട്ടുണ്ട്. നാളെയെക്കുറിച്ചുള്ളതായ ആങ്സൈറ്റീസ്, നാളെയെക്കുറിച്ചുള്ളതായ ആശങ്കകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൂരിട്ടുണ്ടാക്കുന്നു. നാളെ എന്ത്, എങ്ങനെ ആ പ്രശ്നത്തെ നേരിടേണ്ടിയിരിക്കുന്നു, എങ്ങനെ വരും, എൻ്റെ കർത്താവ് ഈ രോഗത്തെ എങ്ങനെ ചെറുക്കേണ്ടിയിരിക്കുന്നു, എങ്ങനെ ചെറുക്കും, ഈ രോഗത്തിൻ്റെ പരിഹാരം എന്താണ്. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അടുത്ത മൂന്നാമത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഡോക്ടേഴ്സ് രോഗമൊന്നും കാണുന്നില്ലെന്ന് പറയുന്നു, രോഗമൊന്നുമില്ല. പക്ഷേ എന്തു ചെയ്യും? എന്താ ചെയ്യാൻ പറ്റുക? കൂരിരുട്ടാണ്. കൂരിരുട്ടെന്ന് പറഞ്ഞാൽ നൈരാശ്യത്തിൻ്റെ കൂരിരുട്ട്. ഇതെല്ലാം നമ്മൾ പല കുടുംബങ്ങളിലും കാണുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ ഓർമ്മയിൽ എനിക്കും അമ്മയ്ക്കും പെങ്ങൾക്കും രോഗമുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര് രോഗികളായിരുന്നു. അപ്പൻ മരിച്ചതിന് ശേഷം പിറ്റേ വർഷം ചേട്ടന് മരിച്ചു. പിന്നെ ബാക്കിയുള്ള ഞങ്ങൾ 3 പേർക്കും രോഗമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, രോഗമുണ്ടായിരുന്നു. അന്ന് ഇതുപോലെ ഹോസ്പിറ്റലിലൊന്നും ഇവിടെ ഒന്നും ഇല്ലല്ലോ. എറണാകുളം ജനറൽ ഹോസ്പിറ്റലില്ലാതെ വേറെ ഹോസ്പിറ്റൽ ഈ പ്രദേശത്തെങ്ങും ഇല്ല. അന്ന് എൻ്റെ ചെറുപ്രായത്തിൽ അന്ന് എന്നെ ചികിത്സിച്ച ഒരു നാട്ടുവൈദ്യൻ, ഒരു ആയുർവേദ വൈദ്യൻ പറഞ്ഞു, ഇവനെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം, രോഗം ഗുരുതരമാണ്. ഞാനത് ഓവർഹിയർ ചെയ്താണ്. അമ്മ അകത്ത് വൈദ്യനോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ പുറത്ത് നിന്നോട് കേൾക്കുകയായിരുന്നു. അത് ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യമായിരുന്നു. എൻ്റെ അന്ന് ഈ മൂത്രം പോകുന്നത് രക്തമായിട്ടാണ്. ഇന്നിവിടെ അങ്ങനെ വന്നത് അറിയാൻ പാടില്ല. അത് അദ്ദേഹം വളരെ ഗൗരവമായിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ കാണുന്നു ആ കാലങ്ങളെല്ലാം കൂരിരുട്ടിൻ്റെ കാലങ്ങളായിരുന്നു, കൂരിരുട്ടിൻ്റെ കാലങ്ങൾ. അന്ന് കാളയും പശുവൊക്കെ ഉള്ള കാലമാണ്. ഒരു കാളയ്ക്ക് രോഗം വന്നു. ഞാനന്നൊരവസരത്തിൽ ഞാനന്ന് കൊച്ചുകുട്ടിയാണ്. ഞാൻ വല്യപ്പൻ്റെ വീട്ടിൽ ചെന്ന് കാളയ്ക്ക് രോഗമാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. കാരണം കാളവൈദ്യനെടുക്കൽ പോകണം. അന്നും ഇതുപോലെ വെറ്ററിനറി ഹോസ്പിറ്റലൊന്നും ഇല്ലല്ലോ. കാളവൈദ്യനെടുക്കൽ പോകണം, അതും ആയുർവേദ ചികിത്സയാണ്. ഞാൻ കരഞ്ഞപ്പോഴേക്കും വല്യപ്പൻ വിഷമമായി. വല്യപ്പൻ ഉടനെ പോയി കാളവൈദ്യനെടുത്ത്. പിന്നെ വല്യപ്പൻ തന്നെ മരുന്നൊക്കെ കാളവൈദ്യനെടുക്കൽ കൊണ്ടുവന്ന് കാളയ്ക്ക് കൊടുത്തു. അങ്ങനെ സൗഖ്യമായി.
ജീവിതത്തിൽ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് തോന്നുന്നെങ്കിലും വലിയ വലിയ കാര്യങ്ങളുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ, കൂരിട്ടാകുന്ന കാര്യങ്ങൾ. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ കൂരിട്ട് എന്തെല്ലാമാണ്? നിങ്ങളുടെ ഹൃദയത്തെ മഥിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങളെ വലയ്ക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങൾക്ക് തോര കണ്ണീരിന് ഇടതരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? സ്വസ്ഥത നശിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരാതെ ചിന്താകുലപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്? ഒരു എത്തുംപിടിയും കിട്ടാതെ നിങ്ങൾ വിഷമിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? എല്ലാം കൂരിട്ടാണ്. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഈ കൂരിലിൻ്റെ താഴ്വരയിൽ, പ്രിയപ്പെട്ടവരെ, ഈ കൂരിലിൻ്റെ താഴ്വരയിൽ ഒരനർത്ഥവും ഭയപ്പെടാതെ നമുക്ക് ധൈര്യമായിട്ട് പോകാം, മുന്നോട്ട് പോകാം. എങ്ങനെ? ദാവീദ് പറയുന്നു, ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. മറ്റുള്ളവർ വിചാരിക്കും അനർത്ഥത്തിൽ പെട്ടു എന്ന്, മറ്റുള്ളവർ വിചാരിക്കും ഇവരുടെ കാര്യം തീർന്നു എന്ന്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഈ പണ്ട് തിരുവനന്തപുരത്തൊക്കെ പോകുന്ന സമയത്ത് ആലപ്പുഴ കഴിഞ്ഞ് കടൽപ്പുറത്ത് കുറച്ച് നേരം ഞങ്ങൾ കരിങ്കലിൻ്റെ മീതെ നിന്നുകൊണ്ട് ഓളങ്ങൾ വരുന്നത് കാണും. ഞാൻ പേടിച്ചു പോയിട്ടുണ്ട്. എൻ്റെ കാര്യം ഓർത്തല്ല. ചില ഓളങ്ങൾ വന്നാൽ അവിടെ പോകുന്ന വള്ളങ്ങളുടെ മീതെ ഓളം കിടക്കും. വള്ളം കാണാനില്ല. അയ്യോ മുങ്ങിപ്പോയല്ലോ എന്ന് ഓർക്കും, മുങ്ങിപ്പോയല്ലോ എന്ന് ഓർക്കും. ഞാൻ അയ്യോ എന്ന് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. കാരണം വള്ളം മുങ്ങിപ്പോകാൻ കാരണം പിന്നെ വള്ളം കാണാനില്ല. കുറച്ച് നേരം കഴിയുമ്പോഴുണ്ട് ആ വള്ളം മുങ്ങി നിൽക്കുന്നു. എന്തൊരത്ഭുതം! ആ തിരമാലയെ പോയി കഴിഞ്ഞെങ്കിൽ വെള്ളം പൊങ്ങി നിൽക്കുന്നു. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് ജീവിതം. മുങ്ങിപ്പോയി എന്ന് നമുക്ക് തോന്നും, മുങ്ങിപ്പോയി എന്ന് മറ്റുള്ളവർക്കും തോന്നും. നമ്മുടെ ജീവിതം തീർന്നുപോയി എന്ന് വിചാരിക്കും, തീർന്നു. പക്ഷേ ആ ഓളങ്ങളുടെ അടിയിൽ നമുക്ക് അവിടെ അതിൽ അണ്ടുപോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ അവിടെ താങ്ങുന്ന 2 കരങ്ങളുണ്ട്. നമ്മെ താങ്ങുന്ന കരങ്ങൾ. ഓളങ്ങൾ തിരമാലകൾ ഞാഞ്ഞടിക്കും. ദൈവത്തിന് സ്തോത്രം. ദാവീദിൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം ഓളങ്ങളാണ് അടിച്ചത്. ദാവീദ് എന്തുമാത്രം അവഗണിക്കപ്പെട്ടവനായിരുന്നു. നല്ല വാക്ക്, പാർശ്വവൽക്കരിക്കപ്പെടുക, സൈഡ് ട്രാക്ക് ചെയ്തു. ഇതിനെ എല്ലാവരും ആരും ഗവനിച്ചില്ല. നിങ്ങൾ പലരും അങ്ങനെയായിരിക്കും. അവഗണിച്ചവരാണ്, അവഗണിക്കപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദാവീദിനെ അപ്പനും അമ്മയ്ക്കും വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. വേറെ ഒന്നല്ല, സ്നേഹമില്ലഞ്ഞിട്ടല്ല, പ്രാപ്തനല്ല, കൊച്ചനല്ലേ എന്നാണ്. അവന് വലിയ കഴിവൊന്നുമില്ല. അവന് യുദ്ധത്തിന് പോകാനോ മറ്റു ഗൗരവമുള്ള ജോലികൾ ചെയ്യാനോ കഴിവില്ല. അവൻ ആളുകളെ നോക്കാൻ പോകട്ടെ എന്ന് അപ്പനും അമ്മയും വിചാരിച്ചത്. പ്രിയപ്പെട്ടവരെ, ദാവീദ് ഏതാണ്ട് അവഗണിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ ദാവീദിന് അഭിഷേകം ലഭിച്ചു. ദാവീദ് രാജാവാകുമെന്ന് ഉറപ്പായി. പക്ഷേ അപ്പോഴാണ് പ്രശ്നം കൂടിയത്, അപ്പോഴാണ് കൂരിൽ വർദ്ധിച്ചത്. ഇതുവരെ സഹോദരന്മാരുടെ അവഗണനയേ ഉണ്ടായിരുന്നുള്ളൂ. ദാവീദിന് രാജസ്ഥാനം കിട്ടുന്നു എന്ന് വന്നപ്പോഴേക്കും രാജാവായ ശൗലിന് അസൂയയായി ദാവീദിനോട്. ജനങ്ങൾ ദാവീദിനെ പുകഴ്ത്തുന്നു. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് പറഞ്ഞ് ജനങ്ങൾ പാട്ടുപാടുന്നു. ദാവീദിനെ പുകഴ്ത്തുന്നു. ദാവീദിനെ പുകഴ്ത്തിയപ്പോൾ ദാവീദിൻ്റെ എതിരാളികൾക്ക് കനത്തി അസൂയുണ്ടായി. ദാവീദിനെ എങ്ങനെയും കൊല്ലണമെന്നായി. ശൗൽ രാജാവ് ഈ ദാവീദിനെ ചുമരോട് കുത്തി തറയ്ക്കാൻ തക്കവണ്ണം കുന്തം അവൻ്റെ നേരെ ഓങ്ങി ആഞ്ഞെറിഞ്ഞു. കുന്തം ചുമരിൽ ചെന്ന് തറച്ചു. ദാവീദിനെ നെഞ്ചിൽ കൊണ്ടില്ല. ഭാഗ്യം, ദൈവം മാറ്റിവിട്ടു. അത്ഭുതം. എത്രയെത്ര മരിക്കാനുള്ള അവസരങ്ങൾ വന്നത്. ദാവീദിനെ അന്നത്തെ രാജാവ് വേട്ടയാടി. എവിടെയെങ്കിലും വെച്ച് കൊല്ലണമെന്നാണ് വിചാരം. ഇതേപോട്ടെ ശൗൽ രാജാവിൻ്റെ കാലം കഴിഞ്ഞു, ഈ എതിർപ്പുകളെല്ലാം കഴിഞ്ഞു. ശൗൽ രാജാവ് യുദ്ധത്തിൽ പെട്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ സ്വന്തം വീട്ടിൽ എതിർപ്പ്. സ്വന്തം മകൻ സുന്ദരനായ അബ്ശാലോം, സൗന്ദര്യത്തിൽ ഏറ്റവും മികവുള്ള അബ്ശാലോം എതിരാളിയായി തീർന്നു. ജീവിതത്തിൽ കോരികളാണ്, മുഴുവൻ കോരികളാണ്. പ്രിയപ്പെട്ടത്, എന്നെതിരെ, എന്തിനാ എന്നോടിങ്ങനെ എതിരെന്ന് ചിന്തിക്കാൻ വേണമെങ്കിൽ ചിന്തിക്കാം. എന്തിനാ എന്നോട് ഈ എതിരെ, എന്നോട് ഈ ശത്രുത്വം എന്തിനാണ്? ഞാൻ വേറൊന്നും ചെയ്തില്ല, ആർക്കും ദ്രോഹം ചെയ്തില്ലല്ലോ. ദാവീദ് ഒരവസരത്തിൽ ദാവീദ് ശൗലിൻ്റെ മകനായി യോനാഥനോട് പറയുന്നുണ്ട്, എന്തിനെന്നെ എങ്ങനെ വേട്ടയാടുന്നു? എന്നെ എന്തിനെങ്ങനെ കൊല്ലാൻ നോക്കുന്നു? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ ഉപകാരമല്ലേ ചെയ്തിട്ടുള്ളൂ. ശൗൽ രാജാവിനെതിരായിട്ട് വന്ന ഗോലിയാത്തിനെയും അവൻ്റെ പിന്നിലുണ്ടായിരുന്ന ഫിലിസ്ത്യ സൈന്യത്തെയും ഒടുക്കിയില്ലേ? എന്നിട്ട് എന്നോട് എന്തിനായി ശത്രുത്വം? എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ദാവീദ് ഒരവസരത്തിൽ നിരാശയിൽ പറയുകയാണ്, എനിക്കും മരണത്തിന് മധ്യേ ഒരടി അകലെ മാത്രമേ ഉള്ളൂ. കൂരിരുൾ താഴ്വര. പ്രിയപ്പെട്ടവരെ, നിരാശയിലും കനത്ത ദുഃഖത്തിലും വേദനാഭരിതമായ അനുഭവങ്ങളിലും
വലഞ്ഞുകൊണ്ടിരിക്കുന്ന അനേകം ആളുകളുണ്ട്. കോരുകളിൽ കൂടിയാണ് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ചിന്തിക്കൂ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പൗലോസിനെക്കുറിച്ച് നോക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കപ്പൽ യാത്ര ചെയ്യുകയായിരുന്നു. കപ്പൽ യാത്ര പൗലോസിനെ ഒരു തടവ് പുള്ളിയായിട്ട് കൊണ്ടുപോവുകയായിരുന്നു. തടവുപുള്ളിയായി റോമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 22 അധ്യായം വായിക്കുമ്പോൾ കാണാം, 14 രാവും പകലും കൂരിട്ട്. എന്ത് ചെയ്യും? നടുക്കടലിൽ സൂര്യൻ്റെ വെളിച്ചമില്ല, ചന്ദ്രൻ്റെ വെളിച്ചമില്ല, നക്ഷത്രങ്ങളെയും കാണുന്നില്ല. നാം വായിക്കുന്നുണ്ട്. 27 അധ്യായം 20 വാക്യം വായിക്കാം. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ടിരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ദൈവത്തിന് സ്തോത്രം. വളരെ നാളായി സൂര്യനെയും നക്ഷത്രങ്ങളെയും കാണായതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. വൻ കാറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. കോളിലൊക്കെയുള്ള കടൽ കൂടിയാണ് യാത്ര. ഇന്നത്തെ പോലുള്ളതായി യന്ത്രസജ്ജീകരണമുള്ള കപ്പലൊന്നും ആയിരിക്കില്ലല്ലോ. അന്നത്തെ ആ പ്രാകൃത രീതിയിലുള്ളതായ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കൊടുങ്കാറ്റ് വന്നാൽ അടിഞ്ഞു പോകും, തീർന്നു. ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഇല്ലേ, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ രോഗം വന്നപ്പോൾ തീർന്നു എന്ന് വിചാരിച്ചതല്ലേ? രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയതല്ലേ? ചില അത്യാഹിതങ്ങൾ വന്നപ്പോൾ തീർന്നു പോയതല്ലേ? രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയില്ലേ? നിങ്ങൾക്ക് ചിന്തിക്കാം. നിങ്ങൾക്ക് ഓരോരുത്തരുടെ ജീവിതം ഓരോരുത്തർക്ക് തന്നെ ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. പ്രതീക്ഷ നശിച്ചുപോയി. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയി, തീർന്നു. ദൈവത്തിന് സ്തോത്രം. നാം വായിക്കുന്നത് എങ്ങനെയാണ്? അവർ പോകുമ്പോൾ അവർക്ക് ആദ്യം തെക്കൻ കാറ്റ് മന്ദമായി ഊതുന്നതുകൊണ്ട് പായ്ക്കപ്പലാണ്. ആ പായ്ക്കപ്പലിൽ ഊതുന്നതുകൊണ്ട് കുറച്ച് യാത്ര ചെയ്യാൻ പറ്റി. പക്ഷേ പിന്നീടാണ് വലിയൊരു കൊടുങ്കാറ്റടിച്ചത്. 13 വാക്യം വായിക്കാം. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത് ക്രേത്താദ്വീപിൻ്റെ മറപറ്റി ഓടി. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരു ദ്വീപിൻ്റെ മറപറ്റി ഓടിയപ്പോൾ ആ ദ്വീപായതുകൊണ്ട് അങ്ങോട്ട് കാറ്റിൻ്റെ ശക്തി എത്രത്തോളം ചെന്നില്ല. ദ്വീപിൻ്റെ മറപറ്റി അതിൻ്റെ കാറ്റിന് ഏതാണ്ട് ചേർന്ന് ഏതങ്ങ് പോവുകയായിരുന്നു. പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ലേ? ജീവിതത്തിൽ ചില ഈശാനമൂലനടിച്ചത്, കൊടുങ്കാറ്റുകൾ. എന്തൊരു കൊടുങ്കാറ്റായിരുന്നു! എന്തെല്ലാം അനേകം കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാം. വിവാഹം എല്ലാം പറഞ്ഞു, തീരുമാനിച്ചു, ഉറച്ചു. അപ്പോഴാണ് അറിയുന്നത് പെൺകുട്ടി വേറൊരാളുടെ സ്നേഹബന്ധത്തിലാണെന്ന്. വലിയൊരു കൊടുങ്കാറ്റായിരുന്നു. എല്ലാം ഉറച്ചതാണ്, എല്ലാം തീരുമാനിച്ചതാണ്. അല്ലെങ്കിൽ കല്യാണം കഴിക്കാമെന്ന ചെറുപ്പക്കാരൻ അവൻ വേറെ ഒരു സ്ത്രീയുടെ അടിമയാണെന്ന്. എന്തു ചെയ്യും? പറഞ്ഞു പോയി, ഉറച്ചു പോയി, കല്യാണം എല്ലാം തയ്യാറാക്കി, എല്ലാം ശരി. എന്തു ചെയ്യും? അല്ല, കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലോ ഈശാനമൂലൻ തന്നെ. എന്നും അസ്വസ്ഥത തന്നെ. വളരെ സ്നേഹമായിട്ട് വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് കഴിയാമെന്ന് വിചാരിച്ചു. പക്ഷേ പെൺകുട്ടി ഭർത്താവിനെ അനുസരിക്കില്ല. മറുതലിക്കുന്ന പെൺകുട്ടി, മത്സരിക്കുന്ന പെൺകുട്ടി, അനുസരണമില്ലാത്തവൾ. ഭർത്താവിനെ അനുസരിക്കില്ല, മാതാപിതാക്കളെ അനുസരിക്കില്ല, അവളുടെ സ്വന്തം അപ്പനെ പോലും അനുസരിക്കില്ല. എന്തു ചെയ്യും? ഈശാനമൂലനാണ്. പാവം ചെറുപ്പക്കാരൻ വരഞ്ഞു പോവില്ലേ? അവനാകെ ആടി വരഞ്ഞു പോവില്ലേ? നിങ്ങൾക്ക് ചിന്തിക്കാം, ഓരോന്ന് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ആറ്റുനോറ്റ് വളർത്തിയ ഒരു പെൺകുഞ്ഞ്, ആ കുഞ്ഞിനെ കല്യാണം കഴിച്ചു വിട്ടു. വലിയ കോടീശ്വരനാണ് അപ്പൻ കേന്ദ്ര സർക്കാരിൽ ജോലിയുള്ള ഒരാളാണ്. പെൺകുട്ടി വിവാഹം കഴിച്ചു വിട്ടു. പക്ഷേ എന്തുപറ്റി? ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ അതിന് മനസ്സിലായി അവൻ മദ്യപനാണെന്ന്. ഇഷ്ടംപോലെ രൂപ കൊടുത്താൽ വിട്ടത്. കാരണം ഒരു മോളേ ഉള്ളൂ, ഇഷ്ടംപോലെ സ്വത്തുണ്ട്. മദ്യപനാണെന്ന് മനസ്സിലായി. അതിൻ്റെ കൂടെ വേറെ വൃത്തികേടുകളുണ്ടെന്ന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ പൊന്നുപോലെ എൻ്റെ മോളെ നോക്കിയതാണ്, പൊന്നുപോലെ. ഞാൻ നുള്ളി നോവിച്ചിട്ടില്ല. ഇപ്പോൾ എൻ്റെ മോൾ എന്നും അടികൊള്ളുകയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മോളിപ്പോൾ അടികൊള്ളുകയാണ്. എന്തിനടിക്കുന്നത് ഞാൻ ചോദിച്ചില്ല. കാരണം ആ മനുഷ്യൻ പറയുമ്പോൾ വിതുമ്പുന്നു. കൊടുങ്കാറ്റാണ്, ചുഴലിക്കാറ്റാണ്, ആപത്തുകളാണ്, ദുരിതങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അനേകർ ഇതുപോലെ. അതിനുശേഷം 2-3 വർഷം കഴിഞ്ഞ് പിന്നെ ഞാനൊരു സ്ഥലത്ത് വെച്ച് കണ്ടു. ഞാൻ ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. സാറേ, എല്ലാം പഴയപോലെ തന്നെ. പെട്ടുപോയില്ലേ, പിടയ്ക്കുക തന്നെ പറഞ്ഞതാണ്. ഇതുപോലെ ജീവിതത്തിൽ
ഉണ്ടാകുന്ന യാതനകളോട് രാജിയായി പോകുന്ന ആളുകളുണ്ട്. ആപത്തുകൾ അനർത്ഥങ്ങൾ വരുന്ന ആളുകൾ അതിനോട് അങ്ങ് ചേർന്ന് പോകുന്ന ആളുകളുണ്ട്. എന്ത് ചെയ്യും? വേറെ വഴിയില്ല. അപകടം സംഭവിച്ചു പോയി. കൊടുങ്കാറ്റിൻ്റെ ആ ഭയാനകതയിലെ കൂരിട്ട് ആഞ്ഞടിക്കുന്നു. യാതനയുടെ കൂരിട്ട്. ദാവീദ് പറഞ്ഞു, ഇങ്ങനെല്ലാം ആണെങ്കിലും, എത്രയും വലിയ എതിർപ്പുണ്ടായെങ്കിലും ശത്രുത്വം ഉണ്ടായെങ്കിലും കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. കർത്താവേ, നീ എന്നോട് ഇരിക്കുന്നുവല്ലോ, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, മതി, എനിക്ക് വേറൊന്നും വേണ്ട. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നീ എൻ്റെ കൂടെ ഇരിക്കുന്നല്ലോ, നീ എന്നോട് ഇരിക്കുന്നുവല്ലോ, ഉന്നതൻ എന്നോട് കൂടെയുണ്ട്. അവൻ്റെ ആ തൃക്കരത്തിൽ പിടിച്ചുകൊണ്ട്, അവൻ്റെ ആ തിരുമുഖം കണ്ടുകൊണ്ട്, അവൻ്റെ സ്നേഹമായ കരത്തിൻ്റെ തലോടലേറ്റുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കണ്ണീര് തോരും, നമ്മുടെ യാതനകൾ തീരും, ആശ്വാസം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഇതാണ് അനുഭവിക്കേണ്ടത്. ക്രിസ്തീയ ജീവിതം അതാണ്. ഇവിടെ ദുരിതമില്ലെന്നല്ല, കൊടുങ്കാറ്റുണ്ട്, ഇവിടെ കൂരിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മധ്യത്തിൽ നമുക്ക് ആശ്വാസം കിട്ടും. എവിടെ നിന്ന് കിട്ടും ഈ ആശ്വാസം? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ മുറിഞ്ഞ കരങ്ങളിൽ ആശ്വാസം കിട്ടും, ആണിപ്പാടുള്ള കരങ്ങളിൽ ആശ്വാസം കിട്ടും. ആശയൊക്കെ ഏറ്റുപോയി എത്രയോ ദിവസങ്ങൾ, 14 രാവും 14 പകലും സൂര്യനെ കാണുന്നില്ല, നക്ഷത്രങ്ങളെ കാണുന്നില്ല, ആകാശം കറുത്തിരുണ്ട് മൂടിയിരിക്കുന്നു, എല്ലാം അന്ധകാരാവൃതമായിരിക്കുന്നു. ആ സമയത്ത് അപ്പോസ്തലനായ പൗലോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങൾ ധൈര്യപ്പെടുവീൻ. വാക്യം വായിക്കാം, 25-ാം വാക്യം. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിൻ. പുരുഷന്മാരെ ആ കപ്പലിലുള്ളവർ പറയാം, 276 പേരുണ്ട്. അവരോട് പറയുകയാണ്, പുരുഷന്മാരെ നിങ്ങൾ ധൈര്യത്തോടിരിപ്പീൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ദൈവം എന്നോടൊരു കാര്യം അരുളി ചെയ്തിട്ടുണ്ട്. ദൈവം എന്നോടൊരു കാര്യം എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. എനിക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. ദൈവം എനിക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. ദൈവം എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ് വാക്ക്? ദൈവം പറഞ്ഞ വാക്ക് എന്താണ്? 22-ാം വാക്യം മുതൽ. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്തൊരു അത്ഭുതം! യാതനയേറ്റ് മനസ്സ് അമ്പരപ്പിലായിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. അപ്പോസ്തലൻ പറയുകയാണ്, പൗലോസേ, നീ ഭയപ്പെടരുത്, നിനക്കും കേടുവരികയില്ല, നിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും കേടുവരികയില്ല, കപ്പലിന് പക്ഷേ കേടുവരും. എന്നാലും നീ ഭയപ്പെടണ്ട, ധൈര്യത്തോടെ ഇരിപ്പീൻ. ഈ വാക്ക് കിട്ടിയപ്പോഴേക്കും പൗലോസ്ലേഹയ്ക്ക് ധൈര്യമായി. അതുകൊണ്ട് ആ കൂരികൾ അലട്ടാതെ വന്നു. കൂരികൾ അല്പം പോലും വിഷമിപ്പിക്കാതെ വന്നു. കൂരികളിൻ്റെ മധ്യത്തിൽ ഒരു വാക്ക്, ദൈവത്തിൻ്റെ വചനം ആശ്വാസത്തിന് വെളിച്ചമായി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആശ്വാസം വേണമോ? വചനത്തിലേക്ക് വരിക. നിങ്ങൾക്ക് ഈ കൂരിട്ട് മാറിക്കിട്ടണമോ? ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരിക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂരിട്ട്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് കൂരിട്ട്, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന കൂരിട്ട്, നിങ്ങളുടെ ജോലി സ്ഥലത്തുണ്ടാകുന്ന കൂരിട്ട്, നൈരാശ്യം മുറ്റിയ അനുഭവങ്ങൾ എന്തെല്ലാം വന്നാലും നിങ്ങൾ ദൈവത്തിലേക്ക് വരിക. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിലേക്ക് വരിക. ക്രിസ്തുവിൻ്റെ പാദത്തിൽ വീഴുക, വീണ് കിടന്നു കൊള്ളുക, പ്രാർത്ഥിച്ചു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം അവലാധികളായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് എനിക്കറിയാം. സ്തോത്രം. കാരണം ഇപ്പോഴിവിടെ ഇരിക്കുമ്പോൾ ആർക്കും അവലാധിയൊന്നും കാണുന്നില്ല. ഒറ്റയ്ക്ക് സംസാരിക്കാൻ കിട്ടുമ്പോഴാണ് മനസ്സിലാകുന്നത് നിങ്ങൾ തീ തിന്ന് കഴിയുന്നവർ, ഉരുകി അങ്ങ് തീരുന്നവർ, ഉരുകിത്തീരുന്നു, അങ്ങ് വേവലാതി കൊണ്ട് വലയുന്നവർ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇതിന് പരിഹാരം ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ക്രിസ്തുവിൻ്റെ വചനം വിശ്വസിക്കുക. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് ഇരിക്കുന്നുവല്ലോ. യേശു തമ്പുരാൻ കൂടെ ഇരിക്കണം. അതിനെന്താ ഞാൻ ചെയ്യേണ്ടത്? കൂടെ ഇരിക്കണം, ശരി. എന്താ ഞാൻ ചെയ്യേണ്ടത്? എന്നിലുള്ള ഇരട്ടിൻ്റെ അംശങ്ങളെ ഞാൻ അറിയുന്നിടത്തോളം എല്ലാം മാറ്റിക്കളയുക. എൻ്റെ കോപം, എൻ്റെ അശുദ്ധശീലങ്ങൾ, എൻ്റെ മദ്യപാനാസക്തി, എൻ്റെ ഹീനമായ ജീവിതത്തിലേക്കുള്ള താല്പര്യങ്ങൾ, എൻ്റെ ഹൃദയത്തിലുള്ളതായ വൈരാഗ്യങ്ങൾ, മുഷിച്ചിലുകൾ, ഹൃദയത്തിലുള്ളതായ നീരസങ്ങൾ, കയ്പുകൾ, എൻ്റെ ഹൃദയത്തിലുള്ളതായ അശുദ്ധി, തിന്മ, ദ്രവ്യാഗ്രഹം, എൻ്റെ ഹൃദയത്തിലുള്ളതായ തിന്മകളിലെല്ലാം ഓരോന്നോരോന്ന് എടുത്തുകൊണ്ടുവന്ന് കുരിശിന് ചുവട്ടിലേക്ക് വയ്ക്കുക. കർത്താവേ, ഇതെല്ലാം ഇത്രയും കാലം എന്നെ ചതിച്ച പാപങ്ങളാണ്.
ഇത്രയും കാലം നശിപ്പിച്ച പാപങ്ങളാണ്. ഇന്നിതാ ഞാനിതെല്ലാം കൊണ്ടുവന്ന് ഈ കരുവേലത്തിന് കീഴിൽ കുഴിച്ചിടുന്നു. യാക്കോബ് ചെയ്തതുപോലെ ഞാനിതാ എല്ലാം കൊണ്ടുവന്ന് കുഴിച്ചിടുന്നു. ഈ കുരിശിൻ ചുവട്ടിലേക്ക് എല്ലാം കൊണ്ടുവന്ന് ഞാൻ കുഴിച്ചിടുന്നു. ഞാൻ തിരിയൊന്നും എടുക്കുകയില്ല. കർത്താവേ, ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തീരുമാനിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റുമോ? കൂരിലിൻ്റെ യാതന മാറിക്കിട്ടും, നിങ്ങളുടെ നൈരാശ്യം മാറിക്കിട്ടും, നിങ്ങളുടെ ആകുലങ്ങൾ മാറിക്കിട്ടും, നിങ്ങൾക്ക് സമാധാന ജീവിതം കിട്ടും, ഐശ്വര്യമുള്ളൊരു ഭാവി കിട്ടും. ഓരോരുത്തർക്കും സംശയിക്കേണ്ട. യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ, ക്രിസ്തുവിനെ നിങ്ങളുടെ കാര്യം ഫലമേൽപ്പിച്ചാൽ യേശു ക്രിസ്തു എല്ലാം നോക്കിക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെട്ടു. നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികൾ. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മനോഹര നിമിഷങ്ങൾക്കായി സ്തോത്രം. എൻ്റെ നാഥ, അവിടെ ഞങ്ങളുടെ മധ്യത്തിലുണ്ടായിരുന്നതിനായി സ്തോത്രം. അവിടെ നിങ്ങൾ കൂടെ നിൽക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ പരിശുദ്ധാത്മാവ് വീശിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഈ ലോക ജീവിതം നശ്വരമാണ് നിങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. അവിടുത്തെ കൃപയുടെ കരത്തിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഈ മക്കളെ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. മനം നൊന്തിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, ദുഃഖിതരായിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, മുന്നോട്ടൊരു വഴി കാണാതെ അലഞ്ഞ് വിഷമിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, ആകുലഭാരത്തോടെ സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ടല്ലോ എൻ്റെ കർത്താവേ, വിവിധ രീതിയിൽ പ്രശ്നങ്ങളുടെ മുമ്പിൽ മനസ്സ് വലഞ്ഞിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, രോഗത്താൽ ബന്ധിതരായിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, എല്ലാവരെയും എൻ്റെ കർത്താവേ, എല്ലാവരെയും ഇപ്പോൾ ഈ വാക്കുകളെ കേൾക്കുന്ന എല്ലാവരെയും, ഈ പ്രാർത്ഥനയിൽ കൂടുന്ന എല്ലാവരെയും നാഥ തൃക്കരം നീട്ടി ഒന്ന് തൊടണമേ. ഹല്ലേലൂയ. യേശുവേ, ഈ മക്കളെ തൊടണമേ. ഹല്ലേലൂയ. അപ്പോൾ ഈ മക്കളുടെ മേൽ തൃക്കരം തൊടണമേ. ഹല്ലേലൂയ. 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 എൻ്റെ കരുണയുള്ള കർത്താവേ, മനസ്സലിനെ അപ്പോൾ പരിശുദ്ധാത്മാവേ ആവസിക്കണമേ. പരിശുദ്ധാത്മാവേ ആവസിക്കണമേ. പരിശുദ്ധാത്മാവേ പൊരുന്നി ആവസിക്കണമേ. പരിശുദ്ധാത്മാവേ ഈ മക്കളുടെ മേൽ പകരണമേ. കൃപ പകരണമേ. അനുഗ്രഹം പകരണമേ. ശക്തി പകരണമേ. തീജ്വാല പകരണമേ. തീയാൽ ജ്വലിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.